4K ഡോൾബി അറ്റ്മോസിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന മാന്ത്രിക വിസ്മയത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. എഡ്വേർഡ് മേബ്രിഡ്ജ് മുതൽ ലൂമിയ ബ്രദേഴ്സിലൂടെ വളർന്ന ലോക സിനിമ. നോക്കാം ലോക സിനിമയുടെ ചരിത്രം. ദി ഒറിജിൻ ഓഫ് സിനിമ. മനുഷ്യനുണ്ടായ കാലം മുതലേ തന്നെയുള്ള മനുഷ്യന്റെ ഒരു ആഗ്രഹമായിരുന്നു ചലനങ്ങൾ റെക്കോർഡ് ചെയ്യുക അഥവാ ചലനങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗുഹാചിത്രങ്ങൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മൂവ്മെൻറ്റിനെ അടയാളപ്പെടുത്താനായി മൃഗങ്ങൾക്ക് 8 കാലുകളും 2 വാലും 2 തലയും അതേസമയത്ത് മനുഷ്യന്മാർക്ക് 4 കാലും 2 തലയുമൊക്കെ വരച്ചു വച്ചിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ മൂവ്മെൻറ്റ്സിനെ അടയാളപ്പെടുത്താൻ ഇതുമാത്രമായിരുന്നു മനുഷ്യൻ്റെ മുന്നിലെ ഏക വഴി. പിന്നീട് റിനൈസൻസ് കാലഘട്ടത്തിൽ വെളിച്ചവും നിഴലും ഉപയോഗിച്ച് കളിക്കുന്ന ചില സംവിധാനങ്ങൾ വളർന്നു വന്നു. ഏകദേശം 19-ാം നൂറ്റാണ്ടോടുകൂടി സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഡെവലപ്പായി. അങ്ങനെ കാലക്രമേണ മോഷൻ പിക്ചറിനായുള്ള പല പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിഫോർണിയയിലെ എക്സ് ഗവർണറായിട്ടുള്ള ലീലൻഡ് സ്റ്റാൻഫോർഡും കൂട്ടുകാരുമായി രസകരമായ ഒരു ബെറ്റ് വയ്ക്കൽ നടന്നത്. അവർ തമ്മിലുണ്ടായ ബെറ്റിൻ്റെ രത്നചുരുക്കം ഇതാണ്. ലീലൻഡിൻ്റെ കൂട്ടുകാർ ലീലൻഡോട് പറഞ്ഞു, കുതിരകൾ എത്ര വേഗത്തിൽ ഓടിയാലും എല്ലാ സമയത്തും കുതിരയുടെ ഏതെങ്കിലും ഒരു കാലുകൾ നിലത്തു തന്നെ ഉണ്ടാകും. ഇത് കേട്ട ലീലൻഡ് അവരോട് പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ വാദത്തെ തീർത്തും എതിർക്കുന്നു. കാരണം കുതിരകൾ നല്ല വേഗത്തിൽ ഓടുമ്പോൾ ചില നിമിഷങ്ങളിൽ കുതിരയുടെ 4 കാലും വായുവിലായിരിക്കും. അല്ലാതെ നിങ്ങൾ പറയണത് പോലെ എല്ലാ സമയത്തും കുതിരയുടെ ഒരു കാൽ തറയിൽ ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട കൂട്ടുകാർ ഗവർണറെ ശക്തമായി എതിർത്തു. ഗവർണർ ലീലൻഡിന് വാശി കൂടി. ഓഹോ, അങ്ങനെയോ? എങ്കിൽ എൻ്റെ വാദം ശരിയാണ് എന്ന് തെളിയിച്ചിട്ട് തന്നെ കാര്യം. അദ്ദേഹത്തിന് പരിചയമുള്ള ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള എഡ്വേർഡ് മേബ്രിഡ്ജിനോട് നടന്ന ബെറ്റിനെ പറ്റി വിശദമായി പറഞ്ഞു. കൂട്ടുകാർക്ക് മുന്നിൽ തൻ്റെ വാദമാണ് ശരിയെന്ന് തെളിയിക്കാനുള്ള സഹായവും അദ്ദേഹത്തോട് തേടി. അങ്ങനെ നീണ്ട ആലോചനകൾക്ക് ശേഷം മേബ്രിഡ്ജ് ലീലൻഡിൻ്റെ വാദം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി. അദ്ദേഹം കുതിരയെ ഓടിക്കുന്ന മൈതാനത്തിന് കുറുകെയായി കുതിരയുടെ കാലുകൾ തട്ടുമ്പോൾ പൊട്ടുന്ന രീതിയിലുള്ള ഒരുപാട് നേരിയ ചരടുകൾ കെട്ടിവെച്ചു. കൂട്ടത്തിൽ എല്ലാ ചരടിൻ്റെയും അറ്റം നിരത്തി വച്ചിട്ടുള്ള 12 ക്യാമറയുടെ ട്രിഗറിലും ബന്ധിപ്പിച്ചു. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഇതാണ്. കുതിര ഓടുമ്പോൾ അതിൻ്റെ കാൽ തട്ടി ചരടുകൾ ഓരോന്നായി പൊട്ടും. ചരടുകൾ പൊട്ടുമ്പോഴോ നിരത്തി വച്ചിട്ടുള്ള 12 ക്യാമറയും മാറി മാറി ക്ലിക്കാവുകയും വേഗത്തിൽ ഓടുന്ന കുതിരയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. അങ്ങനെ കുതിര ഓടിത്തുടങ്ങി. മേബ്രിഡ്ജിൻ്റെ കണക്കുകൂട്ടൽ പോലെ ചരടുകൾ പൊട്ടി എല്ലാ ക്യാമറയിലും വേഗത്തിൽ ഓടുന്ന കുതിരയുടെ ഫോട്ടോസും കിട്ടി. അങ്ങനെ എടുത്ത ഫോട്ടോസ് പരിശോധിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു ക്യാമറയിലെ ഫോട്ടോയിൽ അവർ ആ മാന്ത്രിക കാഴ്ച കണ്ടു. കുതിരയുടെ 4 കാലുകളും നിലം തൊടാതെ വായുവിൽ നിൽക്കുന്നു. അങ്ങനെ ഗവർണർ ബെറ്റ് ജയിച്ചു. എഡ്വേർഡ് മേബ്രിഡ്ജിൻ്റെയും ലീലൻഡിൻ്റെയും പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. എനിക്കും ഉണ്ടായിരുന്നു. ബനാനയിൽ ആന ഉള്ളത് കൊണ്ടാണ് ആനയ്ക്ക് പഴം ഇഷ്ടമെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചൊരു കൂട്ടുകാരൻ. അവൻ്റെയൊക്കെ പേര് എവിടെ രേഖപ്പെടുത്തുമോ എന്തോ. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുമായി ഇതുപോലുള്ള എന്തെങ്കിലും രസകരമായ ബെറ്റ് വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒടുവിൽ അത് എവിടെ ചെന്ന് അവസാനിച്ചു? രസകരമായ കഥകൾ കമൻസിൽ പോരട്ടെ. പഠനത്തിനിടയിൽ ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്. സോ ബാക്ക് ടു ദ സിനിമ സ്റ്റോറി. ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷണത്തിന് എടുത്ത കുതിരയുടെ ഫോട്ടോസ് അതിൻ്റെ ഓർഡറിൽ വേഗത്തിൽ മാറ്റുമ്പോൾ കുതിര ചെറുതായി ഓടണത് പോലെ എഡ്വേർഡ് മേബ്രിഡ്ജിന് തോന്നുകയും അദ്ദേഹം അതിനെ കൂടുതൽ വേഗത്തിൽ ചലിപ്പിക്കുവാനായി ഒരു യന്ത്രം കണ്ടുപിടിക്കുകയും ചെയ്തു. ആ യന്ത്രത്തിൻ്റെ പേരാണ് സൂപ്രാക്സിസ്കോപ്പ്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് സൂപ്രാക്സിസ്കോപ്പ്. അങ്ങനെ സൂപ്രാക്സിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി മേബ്രിഡ്ജ് ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ സമയത്താണ് വളരെ തന്ത്രശാലിയും ബിസിനസ് മൈൻഡഡുമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ വരവ്. എഡിസൺ മേബ്രിഡ്ജിൻ്റെ കണ്ടുപിടുത്തത്തെ മറ്റു പലരുടെയും സഹായത്തോടെ കൂടുതൽ ഇംപ്രവൈസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യാനായി കൈനറ്റോഗ്രാഫ് എന്ന സംവിധാനം കണ്ടുപിടിക്കുകയും റെക്കോർഡ് ചെയ്തത് കാണിക്കാനായി കൈനറ്റോസ്കോപ്പ് എന്ന ഒരു യന്ത്രവും കണ്ടുപിടിച്ചു. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ആ കണ്ടുപിടുത്തത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇതായിരുന്നു ആ പ്രശ്നം. അറ്റ് എ ടൈം ഒരു വ്യക്തിക്ക് മാത്രമേ ചിത്രങ്ങൾ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, കാണുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള എഡിസൺ പണം വാങ്ങുകയും ചെയ്തിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഇവിടെയാണ് മോഷൻ പിക്ചർ അഥവാ സിനിമ ചെറിയ രീതിയിൽ തുടങ്ങുന്നത്. എന്നിരുന്നാലും സിനിമ കണ്ടുപിടിച്ചു അഥവാ സിനിമയുടെ പിതാക്കന്മാർ എന്ന ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് ലൂമിയർ ബ്രദേഴ്സ് ആണ്. അഗസ്റ്റ് ലൂമിയർ ആൻഡ് ലൂയിസ് ലൂമിയർ. ലൂമിയർ ബ്രദേഴ്സ് സിനിമയുടെ പിതാക്കന്മാർ ആവാൻ ഒരു കാരണമുണ്ട്. എന്തായിരിക്കും ആ കാരണം? അത്രയും തന്ത്രശാലിയും ബിസിനസ് മൈൻഡഡുമായിട്ടുള്ള എഡിസൺ എന്തുകൊണ്ട് സിനിമയുടെ പിതാവ് ആയില്ല? എനിഗസ് കണ്ടറിയാം അടുത്ത വീഡിയോയിൽ.